ഹലോ, എൻ്റെ പേര് ജോർജ്. ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത് തെറ്റായിട്ട് റിപ്പോർട്ടിംഗ് ചെയ്യുന്ന ന്യൂസ് പേപ്പേഴ്സിലൊക്കെ മാധ്യമങ്ങളിൽ തെറ്റായിട്ട് റിപ്പോർട്ടിങ്ങിനെ പറ്റിയാണ്. അതെന്ന് പറയാൻ നേരത്ത് രാജ്യങ്ങൾ വീമ്പിളക്കുന്നത് ആ ആ ലെവൽ വരെ പോകും തെറ്റായിട്ട് റിപ്പോർട്ടിങ്. ഇപ്പോൾ നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം, അതായത് ഇപ്പം ഒരു ഹൈഡ്രജൻ ബോംബ്, ന്യൂക്ലിയർ ബോംബ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചെന്ന് പറയാൻ നേരത്ത് ഇത് എങ്ങനെയാണ് അറിയുന്നതെന്ന് പറയാൻ നേരത്ത് വേറെ ഒന്നുമല്ല, ഈ എതിർ രാജ്യങ്ങൾ, ഇപ്പം നോർത്ത് കൊറിയയുടെ എതിർ രാജ്യങ്ങളുണ്ട്, അവർ സെൻസേഴ്സ് വെച്ചിട്ടുണ്ട്, പല സ്ഥലത്തും സെൻസേഴ്സ് വെച്ചിട്ടുണ്ട്. അതായത് നോർത്ത് കൊറിയ പോയവർ കാണും, അവർ അവിടെയും വെച്ചിട്ട് കാണും, ആ രാജ്യത്ത് ആ മണ്ണിലും വെച്ചിട്ടുണ്ടാവും, അതുപോലെ ചുറ്റുപാടിലും വെച്ചിട്ടുണ്ടാവും, അതായത് ചുറ്റുപാടും രാജ്യങ്ങളിലും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സെൻസേഴ്സ് വെച്ച് അത് അറിയാൻ പറ്റും. അപ്പോൾ ഈ വീമ്പിളക്കാൻ നേരത്തുള്ള പ്രശ്നം എന്ന് പറയാൻ നേരത്ത് അത് വെച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറയാൻ നേരത്ത്, അതായത് ആ രാജ്യം സമ്മതിക്കുന്നത്, ഇപ്പം വരുന്ന ന്യൂസ് എന്ന് പറയാൻ നേരത്ത് മെയിനായിട്ട് ന്യൂസ് അത് ഫസ്റ്റ് പേജിൽ തന്നെ കാണും. ഈ തെറ്റായിട്ട് റിപ്പോർട്ടിങ്ങിനുള്ള പ്രശ്നമാണ്. അപ്പം അത് ഫസ്റ്റ് പേജ് വരും. പിന്നെ തിരുത്തൽ എന്ന് പറയാൻ നേരത്ത് ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് തിരുത്തൽ എന്ന് പറയാൻ നേരത്ത് ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു പേജിൽ ഏതെങ്കിലും ഒരു കോർണറിൽ അത് കാണും, അത് തിരുത്താന്ന് പറയുന്നത് കറക്റ്റ് അല്ലെന്ന് പറയുന്നത് പറഞ്ഞിട്ട് അത് വരാറുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഈ തെറ്റായിട്ട് റിപ്പോർട്ടിങ് ചെയ്യുന്ന കാരണം, ഇപ്പോൾ പീഡനം ഒരു കോട്ടയം ഒരു അടുത്തുള്ള സ്ഥലമാണ്. അങ്ങനെ ഒരു പുള്ളി ജയിലിൽ വരെ പോകേണ്ടി വന്നു. പുള്ളി പിന്നെ തിരിച്ചു വന്നു. പക്ഷെ ആ സമയത്ത് എന്ന് പറയാൻ നേരത്ത് അത് മെയിനായിട്ടുള്ള പേജിലാണ് വരുന്നത്. അതൊരു മസാല ആയത് കാരണം ആ പുള്ളിയെ എന്താ പറയുക, വ്യക്തിയെ ഹത്യ ചെയ്യുക, ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അതൊരു എല്ലാവർക്കും അതൊരു സന്തോഷം കണ്ടെത്തുകയാണ്. അത് കാണാൻ നേരത്ത് അങ്ങനത്തെ ന്യൂസും അത് വിറ്റുപോകും. അത് കാണാൻ നേരത്ത് ഇവർ അത് ആദ്യത്തെ പേജിൽ കൊണ്ടിടും. അത് കഴിഞ്ഞ് വല്ലതും അതിനകത്ത് തെറ്റുപറ്റി, അതായത് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത് പിന്നെയെന്ന് പറയാൻ നേരത്ത് വരുന്നതെന്ന് പറയുന്നത് അത് അധികം അറിയപ്പെടില്ല. അതിനകത്ത് വേറെ വശം കൂടിയുണ്ട്. അതായത് തെറ്റായിട്ട് റിപ്പോർട്ടിങ് അത് ഉദ്ദേശത്തോടെ ചെയ്യുന്നതുകൊണ്ട് അത് വേറെ ഒന്നുമില്ല. അത് എന്ന് പറയാൻ നേരത്ത് ഇപ്പം ചില ന്യൂസുകൾ എന്ന് പറയാൻ നേരത്ത് ഇവിടെ കേരളത്തിൽ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ അത് വായിക്കാനായിട്ട് ആള് കാരണം, ഇപ്പം ആഫ്രിക്കയിൽ നടക്കുന്ന സംഭവം അവിടെ നമുക്ക് ഇവിടെ ആൾക്കാർക്ക് ഒരു താല്പര്യമില്ല. അപ്പം അങ്ങനത്തെ ന്യൂസൊന്നും ഇവിടെ വിറ്റുപോയില്ലെന്നറിയാം. അപ്പം അവിടുത്തെ കാര്യങ്ങളൊന്നും ഇവിടെ അധികം എഴുതാറില്ല. അപ്പോൾ കൂടുതലെന്ന് പറയാൻ നേരത്ത് ഇവിടെ അതിന് പ്രേക്ഷകർ ഉണ്ടെങ്കിൽ, അതായത് അതിനുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ആ ന്യൂസ് മാത്രമേ ഉള്ളൂ കവർ ചെയ്യുള്ളൂ. പിന്നെ ഇതുവരെ ഞാനപ്പോൾ ഇപ്പോൾ ആ പീഡന കേസ് ഞാൻ വരാം. അതിനകത്തുള്ള പ്രശ്നം എന്ന് പറയാൻ നേരത്ത് ഇത് അതായത് അതുപോലെ തെറ്റായി റിപ്പോർട്ട് ചെയ്തിട്ടും അങ്ങനെ കൊടുത്തത് അതിജീവിതയാണെങ്കിലും അതിനകത്തുള്ള പ്രശ്നം എന്ന് പറയാൻ നേരത്ത് പിന്നെ ഇത് തെറ്റാന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർക്കെതിരെ നിയമപരമായിട്ട് നീങ്ങാനായിട്ടുള്ള ഒരു വകുപ്പില്ല. അപ്പം ഈ വീഡിയോ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും എനിക്കും ഇതിനെപ്പറ്റി, അതാണ് എൻ്റെ ഒരു ഉദ്ദേശം കൂടി, അതാണ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ കമൻസ് കൂടി പാസ് ചെയ്യുക. അപ്പോൾ അത് എനിക്കും പ്രയോജനപ്പെടും. ഞാൻ ചിലപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിലും ഭാവിയിൽ ഒരു വീഡിയോ കൂടി എടുക്കും. താങ്ക് യു.